എഡ്യൂക്കേഷൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് കിച്ചൺ ടിപ്സ് കൊണ്ടാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പം ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. എങ്കിലാണ് ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. എത്ര കരിപിടിച്ച പാത്രങ്ങളും എളുപ്പത്തിൽ എങ്ങനെ വൃത്തിയാക്കുക എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ഒരു പാൻ ഇവിടെ നന്നായിട്ട് കരിപിടിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് എപ്പോഴും നമ്മളുടെ കിച്ചണിൽ ജോലി ചെയ്യുന്നവർക്കറിയാം ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ ആ പാത്രത്തിൻ്റെ കോലവേ മാറിപ്പോവും. അതെങ്ങനെ നല്ല എളുപ്പത്തിൽ ക്ലീൻ ആക്കാമെന്ന് നമുക്ക് നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ മതി. അതുപോലെ തന്നെ നല്ല പുതിയതുപോലെ ആവും കേട്ടോ പാത്രങ്ങൾ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് സോപ്പ് പൊടിയാണ്. ഏത് സോപ്പ് പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ഞാനിവിടെ ഏരിയലിൻ്റെയാണ് ഉപയോഗിക്കാറ്, അതുകൊണ്ട് അതെടുത്തതേ ഉള്ളൂ. പിന്നെ വേണ്ടത് കുറച്ച് നാരങ്ങയാണ്. നാരങ്ങയുടെ നീരെടുത്തതിന് ശേഷമുള്ള ആ തൊലിയാണെങ്കിലും മതി, കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ നാരങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് വിനാഗിരിയാണ് കേട്ടോ. വിനാഗിരിയും നന്നായിട്ട് നമ്മളുടെ ആ ഒരു കറയൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും. പിന്നെ വേണ്ടത് നമ്മുടെ ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡയും നല്ലൊരു ഇഫക്റ്റീവായിട്ടുള്ള മാർഗ്ഗമാണ് നമ്മളുടെ കറകളൊക്കെ പോകാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ പോകാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ബേക്കിംഗ് സോഡ ഉപയോഗിക്കാം. അപ്പോൾ ഞാനിവിടെ ബേക്കിംഗ് സോഡയും കൂടി റെഡിയാക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളുടെ ക്ലീനിങ് ആരംഭിക്കാം. കരിഞ്ഞു പിടിച്ച പാത്രം ഏത് പാത്രങ്ങളാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. നമ്മൾ ചായ ഉണ്ടാക്കുന്ന പാത്രമോ കുക്കറോ ഏത് പാത്രമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല ക്ലീനായിട്ട് കിട്ടും. അതിലേക്ക് ആദ്യമായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മളുടെ സോപ്പ് പൊടിയാണ്. ഞാനിവിടെ ആ ഒരു കരിഞ്ഞ പാത്രത്തിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് നമ്മളുടെ ബേക്കിംഗ് സോഡയാണ് കേട്ടോ. ബേക്കിംഗ് സോഡയും അതേ അളവിൽ തന്നെ ചേർത്ത് കൊടുക്കുക. നമുക്കിപ്പോൾ ഒരു വലിയ കലമൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടിയൊക്കെ അളവിൽ വ്യത്യാസപ്പെടുത്താം. എന്തായാലും സെയിം അളവ് തന്നെയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ സോപ്പ് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നാരങ്ങയുടെ തൊലിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നാരങ്ങയുടെ തൊലിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നല്ല കരിയൊക്കെ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് നാരങ്ങയാണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് മുറിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു സോപ്പ് പൊടിയും അതുപോലെ തന്നെ നമ്മളുടെ ബേക്കിംഗ് സോഡയും ഉണ്ടല്ലോ, അതിനകത്തേക്ക് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് ഉരച്ചു കൊടുത്താൽ മതിയാകും. അപ്പോൾ തന്നെ നന്നായിട്ട് ആ കായൊക്കെ ഇളകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. ബാച്ചിലേഴ്സിനൊക്കെ നമുക്ക് ആർക്ക് വേണമെങ്കിലും സംഭവിക്കാവുന്നൊരു കാര്യമാണ് കരിഞ്ഞു പോകുക എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. കണ്ടോ, നന്നായിട്ട് ഇളകി പോകുന്നുണ്ട് കേട്ടോ. നല്ലൊരു വ്യത്യാസം ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പാത്രങ്ങളൊക്കെ നല്ല വൃത്തിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു കറവല് പക്ഷേ ഇങ്ങനെ ചെയ്താൽ മാത്രം പോകത്തില്ല. അപ്പോൾ ആ പാത്രത്തിൻ്റെ കറവലും കൂടെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്. ഞാനിവിടെ നന്നായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട സാധനം നമ്മളുടെ വിനാഗിരിയാണ്. നമുക്കപ്പോൾ ഇനി ബാക്കി കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ച് എല്ലാ ഭാഗത്തും ആ കറയായിട്ടുള്ള എല്ലാ ഭാഗത്തേക്കും ഈ സോപ്പിൻ്റെയും അതുപോലെ തന്നെ സോഡയുടെയും ആ മിശ്രിതം തേച്ച് കൊടുക്കുക. അതിനുശേഷം കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുക്കണം അതിനകത്തേക്ക്. കണ്ടോ, 3-4 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് ഞാൻ. നമ്മളുടെ പാത്രത്തിൻ്റെ വലിപ്പമൊക്കെ അനുസരിച്ച് നമുക്ക് കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ ഒരു വിനാഗിരിയും കൂടെ ചേരുമ്പം ഇത് നന്നായിട്ട് നല്ല ഇഫക്റ്റീവ് ആവും കേട്ടോ. ഇനി നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം. അതൊന്ന് തിളച്ച് റെഡിയായി കിട്ടാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരളവിൽ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയാകും. ഇനി നമുക്ക് ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. കുക്കറാണെങ്കിൽ നല്ല കളറിലേക്ക് വരും കേട്ടോ. കുക്കറാണെങ്കിൽ നല്ല കളറാണ് കിട്ടുന്നത്. സ്റ്റീൽ പാത്രമാണെങ്കിലും അതുപോലെ തന്നെ നമുക്കിങ്ങനെ യൂസ് ചെയ്യാം. കണ്ടോ, നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ട്. ഇനി നമുക്ക് ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. നമ്മളുടെ വീട്ടിലുള്ള പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉണ്ടല്ലോ, ആ സ്ക്രബ്ബർ മതി. ഇതുപോലെ ചൂടുണ്ട് കേട്ടോ. ചൂടായിരിക്കുന്നതുകൊണ്ട് ഞാനൊരു ബ്രഷിലാണ് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളത് കെയർഫുള്ളായിട്ട് തേച്ച് കൊടുക്കുക.
ഏകദേശം ഒരു 5 മിനിറ്റോളം ഞാൻ ഇതുപോലെ തിളപ്പിച്ചെടുത്തു കേട്ടോ. നന്നായിട്ട് തിളപ്പിച്ചെടുത്തു. കണ്ടോ, ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് അതിൻ്റെ കറുത്ത കളറായിട്ട് വന്നിട്ടുണ്ട് ആ വെള്ളം. കണ്ടോ, ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും എത്രത്തോളം നമ്മളുടെ പാത്രത്തിലുള്ള അഴുക്കുകൾ പോയിട്ടുണ്ടെന്ന്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതിന് ഒരുപാട് നന്ദി. ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ച് നന്നായിട്ട് തേച്ച് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് പ്രില്ലിൻ്റെ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളുടെ സാധാരണ സോപ്പ് ഓയിലുണ്ടല്ലോ, അതൊഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇനി ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. പാത്രം കഴുകാൻ വേണ്ടിയിട്ട് നമ്മളുടെ കയ്യിൽ ഈ ഒരു പച്ച നിറത്തിലുള്ള സ്പോഞ്ച് ഉണ്ടല്ലോ, നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. നമുക്ക് നമ്മളുടെ കുക്കർ അതുപോലെയുള്ള അലുമിനിയം പാത്രങ്ങളൊക്കെ കഴുകാനായിട്ട് നല്ല ക്ലീനായിട്ട് കിട്ടും. അപ്പം സ്പോഞ്ച് ഉപയോഗിച്ച് നമുക്ക് സ്റ്റീൽ പാത്രങ്ങളൊക്കെ കഴുകാം. അലുമിനിയം പാത്രങ്ങൾക്ക് നിങ്ങൾ ഈ ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ച് നോക്കുക, നല്ല ക്ലീനായിട്ട് കിട്ടും കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുവാണ്. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നല്ല സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി. തുടർന്നും നല്ല നല്ല വീഡിയോസും വ്ളോഗ്സും കുക്കിംഗ് വീഡിയോസും ടിപ്സും ഒക്കെ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.